എം.എ. ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം 10 കോടിയുടെ മാനനഷ്ട കേസാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. തനിക്കെതിരെ നിന്നിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഉള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തിരിച്ചുവരവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു PR ടീമിനെ ഹയർ ചെയ്തു എന്നാണ് തോന്നുന്നത്. സ്ത്രീകളടങ്ങാത്ത പുരുഷന്മാർ മാത്രമുള്ള ഒരു PR ടീമിനെ ഹയർ ചെയ്തുകൊണ്ട് ഒരു വലിയ അജണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് മാസ് ഡയലോഗുകൾ ഏതെങ്കിലും കവലയിൽ പോയിന്ന് 2 മൈക്കറ്റത്ത് പിടിച്ചിട്ട് പറയുക, അതിനുശേഷം ഇത് കട്ട് ചെയ്ത് നല്ല BGM ഒക്കെ ഇട്ട് റീലാകും. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അല്ല, ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു മാധ്യമപ്രവർത്തകനെതിരെ പറയുന്നതാണ്. ഇപ്പോൾ ആ വീഡിയോയുടെ താഴെ തന്നെ ആ മാധ്യമപ്രവർത്തകന്റെ ഫോട്ടോ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആ മാധ്യമപ്രവർത്തകന് ഇത് പറയാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്കിലൊക്കെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ പാട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എം.എ. ഷഹനാസിനെതിരെ കൊടുത്തുള്ള മാനനഷ്ട കേസാണെങ്കിൽ പോലും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, തന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് കൃത്യമായിട്ട് വീണ്ടും വിമർശിച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യം. ഇതെല്ലാം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയതിന്റെ ഒരു ലക്ഷണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്നതിനേക്കാൾ അദ്ദേഹം പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനെതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. രാഹുൽ, ഞാൻ 2016 മാധ്യമപ്രവർത്തനം പഠിക്കാൻ, ജേർണലിസം പഠിക്കാൻ ജോയിൻ ചെയ്യുന്നത്. 2016 മുതൽ ഇപ്പോൾ 2026 10 വർഷ കാലയളവിനുള്ളിൽ ഞാൻ ഇന്ന് വരെ ഈ മാധ്യമപ്രവർത്തകനെതിരെ ഒരു ആരോപണവും കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് ഇന്റേണലി നടക്കുന്ന കാര്യങ്ങൾ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെല്ലാം അറിയാറുണ്ട്, എല്ലാം ചെയ്യാറൊക്കെയുണ്ട്. ഇതേ 2016 തന്നെയാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അന്ന് മുതൽ എന്ന് പറയുന്നില്ല, അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കഥകൾ ഞാൻ പലയിടത്തു നിന്നും കേൾക്കാറുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. രാഹുലിനോട് ഉപമിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കഥകളൊന്നും കേട്ടിട്ടില്ല അദ്ദേഹത്തിനെ പറ്റി. അദ്ദേഹത്തിന് ഒരു ക്ലീൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ ചെയ്ത തെറ്റ് ഇല്ലാതാവുന്നില്ലല്ലോ. ഇപ്പോ അദ്ദേഹത്തിന് എന്നെ പറയാൻ യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ വിമർശനങ്ങൾ എല്ലാവർക്കും ഉന്നയിക്കാവുന്നതാണ്. രാഹുലിന് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകനെതിരെ അത്രയ്ക്ക് ആരോപണമോ തെളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അദ്ദേഹവും ഇതുപോലെ ഓഡിറ്റ് ചെയ്യപ്പെടും. ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മാധ്യമപ്രവർത്തകരും ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ ഞാനിരുന്ന് വിമർശിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എങ്ങനെയൊക്കെയോ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു പാവപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാളപ്പുറം എനിക്കൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ഒരു വലിയ PR ടീമിനെ ഹയർ ചെയ്തിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു കവലയിൽ പോയി 2 ഡയലോഗ് അടിച്ച് അതൊക്കെ എടുത്ത് റീലാക്കി കുറച്ച് BGM ഒക്കെ ഇട്ട് കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെതിരെ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒരു പോക്സോ കേസടക്കം നമ്മുടെ BJPയുടെ മുതിർന്ന നേതാവായ സുരേന്ദ്രൻജി പുള്ളിക്കാരൻ പറയുന്നുണ്ട് 10-15 ആൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആൺകുട്ടികളെയും ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കേസുകളൊക്കെ പുറത്തു വരികയാണെങ്കിൽ രാഹുൽ വീണ്ടും എങ്ങനെയാണ് ഇമേജ് റീബിൽഡ് ചെയ്യുക എന്നറിയില്ല. രാഹുൽ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് തെറ്റേറ്റ് പറഞ്ഞ് വീണ്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുക. തെറ്റേറ്റ് പറഞ്ഞ് തിരിച്ചു വന്നാൽ അംഗീകരിക്കാത്ത സമൂഹമല്ല മലയാളി എന്ന് പറയുന്നത്. അപ്പൊ ഞാനടക്കം അദ്ദേഹം ചെയ്ത തെറ്റ് അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വരികയാണെങ്കിൽ രാഹുലിനെ വീണ്ടും ആക്രമിക്കാനോ ക്രൂശിക്കാനോ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ രാഹുൽ എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റണം, അയാളെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ ബാക്കി മാധ്യമപ്രവർത്തകരോ ഈ സ്ത്രീപക്ഷവാദികളോ എന്ന് പറയേണ്ടി വരും. അപ്പൊ അദ്ദേഹം അത് ചെയ്യാതെ വീണ്ടും എടോ വിജയ ഇനി അടുത്ത നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ സമൂഹം തെറ്റേറ്റ് പറയുന്നവരെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഒരുപാട് പേർ അദ്ദേഹത്തിനൊപ്പം തന്നെയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ അതിജീവിതന്മാർക്കൊപ്പം നിൽക്കുന്നത് ധാർമ്മിക ബോധമുള്ള കുറച്ച് മനുഷ്യർ മാത്രമാണ്.
അവരൊക്കെ അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഈ രാഹുലിന്റെ കൂടെ നിൽക്കുന്ന അമ്മമാരെന്ന് പറയുന്നില്ല, ആ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു അമ്മ എന്നെ ഒന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്ന ഈ അമ്മമാർ പോലും രാഹുൽ ചെയ്തത് തെറ്റാണ്, ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കും. അവന് പറ്റിപ്പോയതല്ലേ എന്നുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കും. അത് നമ്മുടെ ഈ മെയിൽ ഓറിയന്റഡ് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് എന്ന് പറയും. ഇപ്പൊ അതൊരു പെൺകുട്ടിയാണ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ അംഗീകരിക്കില്ലായിരുന്നു. പക്ഷെ രാഹുൽ അത് ചെയ്ത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ കേസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എം എ ഷഹനാസിനെതിരെയാണ്. പക്ഷെ എം എ ഷഹനാസിന് വേണമെങ്കിൽ തിരിച്ചു വാദിക്കാം. ആ ഇന്റർവ്യൂവിൽ പേരെടുത്ത് പറഞ്ഞ് അപമാനിച്ചു, വെട്ടുകിളിക്കൂട്ടത്തെ വിട്ട് എന്നെ ആക്രമിച്ചു എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഈ കേസ് ഇങ്ങനെ ഈ പറഞ്ഞ അതിജീവിതമാര് തിരിച്ചു കേസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതിജീവിതമാർ തിരിച്ച് കേസ് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ അതിജീവിതമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു വിഷയമുണ്ട്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശരി, അപ്പൊ പേരെടുത്ത് പറഞ്ഞ ഷഹനാസും അതുപോലെ തന്നെ നമ്മുടെ റിനി ആൻഡ് ജോർജും ഇത്തരത്തിൽ കേസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ കേസിന്റെ മെറിറ്റോ അല്ലെങ്കിൽ കേസ് വിൻ ചെയ്യും 10 കോടി രൂപ എം എ ഷഹനാസ് കൊടുക്കേണ്ടി വരും എന്നൊന്നുമല്ല. ഇത് ഇമേജ് റീബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മാത്രമാണ്. എനിക്ക് ചിലപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം. അങ്ങനെയെങ്കിൽ ഈ എം എ ഷഹനാസ് പ്രസ് മീറ്റ് വിളിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട്. രാഹുൽ എന്നാൽ എന്റെ ഒപ്പം ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടില്ലല്ലോ. അല്ല, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇവര് നേരെ കോടതിയിലേക്ക് പോകും. കോടതിയിൽ പോയിട്ട് എന്താണോ വേണ്ടുന്നത് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അയാളെ കൃത്യമായിട്ട് വിമർശിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോ എന്ത് തന്നെയാണെങ്കിലും അത് പിന്നീട് കോടതിയുടെ ഭാഗത്തേക്ക് പോകും. ആദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വക്കീൽ നോട്ടീസ് അയക്കും. ശേഷം വക്കീൽ നോട്ടീസിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് പോകുന്നതും കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുന്നതുമല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ സ്ട്രാറ്റജി മാറ്റി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരോപണം ഉന്നയിച്ചതിന് ശേഷം 6 മാസക്കാലമായിട്ട് രാഹുലിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. ഒരു ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റ് ഇടുന്നതിനപ്പുറത്തേക്ക് തീർത്തും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സജീവമായിട്ട് എങ്ങുമില്ലായിരുന്നു. ഇടയ്ക്ക് എവിടേക്കെങ്കിലും ഒന്ന് വന്ന് തല കാണിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊന്ന് തോന്നൽ വരുത്തിയിട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തിരിച്ച് ശക്തമായിട്ട് വന്നിട്ട് ശക്തമായിട്ട് തൻ്റെ നിലപാടുകൾ പറയുന്ന, ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരെയും ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു, തനിക്കെതിരെ പറഞ്ഞിട്ടുള്ള ആളുകളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു, അതിജീവിതമാർക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുമുള്ള രാഹുലിന്റെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിക്കൽ പ്ലാനുമായിട്ടാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കാലമാണ്. രാഹുൽ പാലക്കാട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ സജീവമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനോട് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, ജീവിക്കാനാണ്, അല്ലെങ്കിൽ മരണം വരെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചുള്ളത്. എന്ത് തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, അപ്പോൾ രാഹുൽ എന്ത് തന്നെ ഞാൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ രാഹുലിന്റെ ശ്രമങ്ങളെല്ലാം ഫലം കാണും. ഇപ്പോൾ ധാർമ്മികത ഒരു വശത്താണ്. ഇപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പീഡന പരാതികൾ വന്നിട്ടുള്ള, ഡൊമസ്റ്റിക് വയലൻസിന് കേസ് വന്നിട്ടുള്ള എല്ലാവരും തന്നെ മന്ത്രിമാരും MLA-മാരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടൊക്കെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലിനും സാധിക്കും. ഇപ്പം ഞാൻ എത്ര ധാർമ്മികതയുടെ വശം പറഞ്ഞു എന്ന് പറഞ്ഞാലും രാഹുലിനെ സ്വീകരിക്കാൻ ഇവിടെ ഒരു വലിയൊരു ജനം കാത്തു നിൽക്കുകയാണ്. രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ജനം കാത്തു നിൽക്കുകയാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും മറച്ചു പിടിക്കാൻ സാധിക്കില്ല. രാഹുലിന്റെ ഈ ശ്രമങ്ങളെല്ലാം ഫലം കാണും. അദ്ദേഹം തിരികെ ഒരു സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 5 വർഷത്തിനുള്ളിൽ വീണ്ടും മത്സര രംഗത്തേക്കും തിരിച്ചു വരികയും ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മുന്നോട്ട് കിടക്കുകയാണ്. MLA, മന്ത്രി അങ്ങനെ പോകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആ കഴിവുണ്ട്. ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും പേരെടുത്ത് വിളിച്ച് വിമർശിക്കാനുള്ള ആർജവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നടൻ നന്നായി അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദൂഷ്യവശമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദൂഷ്യവശം മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കലയെ മാത്രം അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് രാഹുലിന്റെ കാര്യവും. അദ്ദേഹത്തിന്റെ ഈ ഒരു സൈഡ് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രം അംഗീകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് തിരികെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്.